ഹലോ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഓണം. മിക്കവാറും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഈ വീഡിയോ കാണുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എന്നെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം എന്തോ 9 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ 7:30 അലാറം വെച്ച് കിടന്നാണ്. പക്ഷേ എനിക്ക് തീരെ എഴുന്നേക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ തന്നെ എന്തോ 4:30 തീരെ ഉറക്കം വരുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ലേറ്റാണ്. ഇനി വേണം പോയിട്ടല്ല. ഇത് മിക്കവാറും ഞാനൊരു ഉച്ച വരെയുള്ള വീഡിയോ മാത്രമേ എടുക്കുള്ളായിരിക്കും. ഉച്ച കഴിഞ്ഞ് മിക്കവാറും ഞാൻ വീണ്ടും കിടന്നുറങ്ങും. കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ എന്താണെന്ന് ഞാൻ കാണിക്കാം. വലിയ പരിപാടിയൊന്നുമില്ല. ഞാനും അപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ ലാസ്റ്റ് ഓണം ബാംഗ്ലൂരായിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കോളേജിൽ. അവിടെ ഓണത്തിന് അങ്ങനെ അവധിയൊന്നുമില്ല. എനിക്ക് ഓർമ്മയുണ്ട്, തിരുവോണത്തിന് ഏതോ ക്ലാസ് ആയിരുന്നു ഉച്ച വരെ. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ പറഞ്ഞു ഓണാണ്, ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് ക്യാൻസൽ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ഉള്ള തലശ്ശേരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി സദ്യയൊക്കെ കഴിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം ഓണം സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞാനും സോനയും ഹിമാനിയും കൂടെ ഫ്ലാറ്റിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ കുറേ നല്ല രസമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വട്ടം ഓണത്തിനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പം എഴുന്നേറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് റെഡിയായി. പക്ഷെ എനിക്ക് കണ്ണ് അടഞ്ഞടഞ്ഞ് പോവാണ്. അപ്പം ഇനി ബാക്കി കാണാം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ കറിയും കഴിച്ചു. എനിക്ക് രാവിലെ നോൺ വെജ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ ചിക്കൻ കറി എടുത്തു. പിന്നെ ഇപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറേ ഇല്ല. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിക്കും. പിന്നെ രാവിലെ നല്ല വിശപ്പുമാണ്. പിന്നെ അമ്മയോട് ഞാൻ തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് പച്ചടി ഞാൻ വെക്കാമെന്ന്. അങ്ങനെ ഞാൻ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കി. സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വാഴയില ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഷേഹനോട് ചോദിച്ചപ്പോൾ അവിടെ വീട്ടിൽ വാഴയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നാണ് ഇല എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷേഹ എന്ത് ചെയ്താൽ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നില്ല. അവളെ കൊണ്ട് ഞാൻ ഒന്ന് ഹാപ്പി ഓണം പറയിപ്പിച്ചു. പക്ഷെ അത് ഞാൻ മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഷേഹയാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന കോലത്തിലാണെന്ന് പറഞ്ഞിട്ട് തീരെ മുഖം കാണിക്കുന്നില്ല. അങ്ങനെ വാഴയിലൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഈ പിങ്ക് കളർ സാരിയാണ് ഞാൻ ഉടുക്കാൻ പോണത്. ഞാൻ പോയി കുളിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി മേക്കപ്പ് ചെയ്യണം, സാരി ഉടുക്കണം, പോയിട്ട് സദ്യ കഴിക്കണം. അതോടെ ഈ വർഷത്തെ എൻ്റെ ഓണപ്പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് സാരിയൊക്കെ ഉടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി പോയിട്ട് സദ്യ കഴിക്കണം. ഇപ്പം തന്നെ 3 മണി അടുക്കാറായും തോന്നുന്നു. അവരൊക്കെ വിശന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പയും അമ്മയും. അപ്പോൾ ഞാൻ താഴെ പോയി സദ്യ കഴിക്കട്ടെ. ഞാൻ താഴെ എത്തിയപ്പോഴത്തേക്കും അമ്മ സദ്യയൊക്കെ വിളമ്പി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഞാനും എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് ഇലയിലിടും. അങ്ങനെ എൻ്റെ വീഡിയോ ഫുൾ ഷേക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ കാണുന്നവരൊക്കെ എന്നോട് ക്ഷമിക്കണം. പിന്നെ ആ പിങ്ക് കളർ ബീട്രൂട്ട് പച്ചടി ഇല്ല, അതാണ് ഞാൻ മുന്നേ ഉണ്ടാക്കി മീൻസ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പച്ചടി ഉണ്ടാക്കിയെന്ന്. അതാണ്. അപ്പോൾ അത് കഴിച്ച് നോക്കാൻ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, കുളമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. എനിക്ക് അത്ര ഭയങ്കര ഞാൻ വെജ് ഫുഡിൻ്റെ ഫാനൊന്നും അല്ല. വല്ലപ്പോഴെങ്ങാണോ ഒരു ഫുൾ വെജ് ഇത് കഴിക്കാനൊക്കെ എനിക്കിഷ്ടമുള്ളൂ. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും നല്ലതായിട്ട് വന്നു എല്ലാ കാര്യങ്ങളും അമ്മ ഉണ്ടാക്കിയത്. ഞാൻ പിന്നെ അമ്മേനോട് പറയായിരുന്നു ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉള്ള കറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇഞ്ചിക്കറി ആയിരുന്നു. കാരണം അമ്മയുടെ അമ്മ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ കൂടുതലും ഓണത്തിന് അമ്മാമ്മയുടെ അടുത്തു നിന്നായിരുന്നു ഈ സദ്യ കഴിക്കാറ്. അപ്പം അമ്മാമ്മയുടെ ഇഞ്ചിക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അമ്മ ഏകദേശം അമ്മാമ്മ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കറി പോലെ തന്നെ ഉണ്ടാക്കി. അപ്പം അത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതേ അമ്മാമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അതേ ടേസ്റ്റ് അമ്മ ഉണ്ടാക്കിയപ്പോഴും കിട്ടി. അപ്പം ഞാൻ അമ്മേനോട് അത് പറയായിരുന്നു, അമ്മ അതേപോലെ തന്നെ ഉണ്ടാക്കിയെന്നൊക്കെ. സദ്യയുടെ അവസാനം പായസം കുടിക്കണം എന്നുണ്ടല്ലോ. എനിക്ക് പായസം തീരെ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഗ്രീക്ക് യോഗട്ടാണ് മധുരമായിട്ട് അതിന് പകരം കഴിച്ചത്.
പണ്ടേ എനിക്ക് പായസം ഒട്ടും ഇഷ്ടമില്ല. പിന്നെ സേമിയ വല്ലപ്പോഴും കഴിക്കുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം സേമിയ കഴിച്ച് ഛർദ്ദിച്ചതോടുകൂടി അതും കഴിക്കുന്നത് നിർത്തിയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞാൻ വന്ന് എൻ്റെ റൂമിലിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ അല്ല, ഈ കൊല്ലത്തെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് പുറത്ത് ഓണം സെലിബ്രേഷനായിട്ടൊന്നും ഉണ്ടായില്ല. ഞാൻ വീട്ടിൽ മാത്രമേ എനിക്ക് സെലിബ്രേഷനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ നന്നായിട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി നല്ല ഒരുങ്ങി റെഡിയാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അതേപോലെ സാധിച്ചു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ മിക്കവാറും ഓണമൊക്കെ ഇന്ന് തന്നെ തിരുവോണത്തിന് അന്ന് തന്നെ ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കും. അഥവാ അല്ലെങ്കിൽ പിന്നെ ഓണം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നെങ്കിൽ ബിലേറ്റഡ് ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കും ഒരു നല്ല വർഷമാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് കുറച്ച് നാളായിട്ട് കണ്ടകശനിയാണ്. ഈ ചിങ്ങമാസം തുടങ്ങിയെങ്കിലും എനിക്ക് കുറച്ച് നല്ല കാലം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മേക്കപ്പും ഇതൊക്കെ ഒന്ന് സാരിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മനുഷ്യക്കോലത്തിലാവണമെന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം ബെഡിലിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. പക്ഷെ ബെഡിൽ ഫുൾ സാധനങ്ങൾ വലിച്ചു വാരി എൻ്റെ ഇട്ടേക്ക്. ഇതൊക്കെ അടുക്കി പറക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് തല ഇറങ്ങുന്നുണ്ട് ശരിക്കും. അപ്പം ഞാനിതൊക്കെ ഒന്ന് മാറ്റി ഒരു ലാസ്റ്റ് ഒരു വൈൻഡപ്പിന് ഒരു വീഡിയോ ആഡ് ചെയ്യാം എൻഡിൽ. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഒരുവിധം എൻ്റെ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് സാരിയൊക്കെ മാറ്റി എൻ്റെ വീട്ടിലിടുന്ന വേഷിട്ടു. സ്റ്റിൽ കാജലൊക്കെ ഇപ്പോഴും കുറേയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കുറേ മാറ്റിയിട്ടും പോകുന്നില്ല. അത് രാത്രി ആകുമ്പോഴത്തേനും പൊക്കോളും. ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ആശ്വാസമുണ്ട്. ഇനി എൻ്റെ സാധനങ്ങളൊക്കെ ഫുൾ ഞാൻ വലിച്ചു വാരി ഇട്ടേക്കാം. ഇതൊക്കെ ഇനി പറക്കി വയ്ക്കണം. കുറച്ച് ഞാൻ പറക്കി വെച്ച് അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ആരും ഓർത്തത്. അപ്പോൾ വീണ്ടും ഞാൻ വന്ന് ഫോൺ എടുക്കുക. അതെല്ലാം ഒതുക്കി വയ്ക്കണം. ബ്രഷ് സ്പോഞ്ചൊക്കെ കഴുകണം. കുറേ പണിയുണ്ട്. അപ്പോൾ നല്ലൊരു ഓണമായിരുന്നു. എന്നെപ്പോലെ എല്ലാവർക്കും നല്ലൊരു ഓണമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ വീഡിയോ. ബായ്. പിന്നെ ഞാൻ എല്ലാ ഓണത്തിനും ഈ ഓണത്തിന് ഞാൻ എൻ്റെ ലാസ്റ്റ് ഇയറിലെ ഓണം വീഡിയോ എടുത്ത് കാണുമായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ എൻ്റെ ഓണം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കാണും. ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മളുടെ കുറച്ച് മെമ്മറീസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓണത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ എസ്പെഷ്യലി കാരണം. ഇവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇങ്ങനെ ഇത് വീഡിയോ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതൊരു മെമ്മറി ആയിട്ടിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ഒരു വ്ളോഗ് ആക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പം അത്രയൊക്കെയുള്ളൂ. ഞാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം. ബൈ. പിന്നെ എൻ്റെ സ്ലോ മോഷൻ വർത്തമാനം കേട്ട് സഹിച്ച് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.